അതാണ്. ഇപ്പോൾ നമുക്കൊപ്പം നടി ഉഷ ഹസീന കൂടി ചേരുകയാണ്. ശ്രീമതി ഉഷ ഹസീന, ഇത്തരത്തിൽ വലിയ ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുകയാണിപ്പോൾ. രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. പക്ഷേ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്ന ആവശ്യം വളരെയധികം ഗൗരവമായി തന്നെ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും പൊതുപ്രവർത്തകർ എപ്പോഴും പൊതുജനങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ന്യൂസ് കേട്ടപ്പോ നമുക്ക് തന്നെ ആ കുട്ടി അത്ര ധൈര്യമായിട്ട് വന്ന് പറയാൻ കാണിച്ച ധൈര്യത്തിന് അവർക്കൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം അത് രാജിവെച്ചു പോകണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതാണ്. റിനി സംസാരിച്ചപ്പോൾ റിനി രാഹുലിന്റെ പേര് പറഞ്ഞില്ല, ആരാണ് എന്ന് പറഞ്ഞില്ല എന്നതിൽ കടിച്ചു തൂങ്ങിയ ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, അത് അവര് പറയാതിരുന്നത് ഞാൻ ലൈവ് ഇങ്ങനെ ന്യൂസിൽ കണ്ടിരുന്നു. എന്തിനാണ് ഇവർ പേടിക്കുന്നത് പറയാൻ? ഇങ്ങനെ ഒരു പറയാൻ ധൈര്യം, ഇത്രയും ധൈര്യം പറയാൻ ധൈര്യമുള്ളപ്പോ ആ കുട്ടി ആ പേരൂടെ പറയാൻ ധൈര്യം കാണിക്കണം. എന്തിനാണ്? അവരുടെ എല്ലാ എവിഡൻസും ഉണ്ടെന്നല്ലേ പറയുന്നത്. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ട് പറയാൻ എന്തിനാ മടിക്കുന്നത്? അപ്പൊ ആ ഒരു ചെറിയ പോയിന്റിൽ കയറി പിടിച്ചിട്ട്, പറഞ്ഞില്ല എന്നുള്ള പോയിന്റിൽ കയറി പിടിച്ചിട്ട് അവർ നിൽക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ രാഹുലിന്റെ മറുപടി നമ്മൾ എല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. രാഹുൽ പോലും വന്ന് പറഞ്ഞത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്നെ കുറിച്ചാണ് അവർ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ്. അപ്പൊ അവരത് വ്യക്തമാക്കേണ്ടതാണ്. റിനി എന്ന് പറയുന്ന കുട്ടി വ്യക്തമാക്കേണ്ടതാണ്, പേര് പറയേണ്ടതാണ്. പറയാൻ എന്തിനാ മടിക്കുന്നത്? എല്ലാവരും അദ്ദേഹം പറയുന്ന വാക്കുകള് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ പേര് പറയാൻ എന്തിനാ മടിക്കുന്നത്? അതുകൂടെ പറയണം. ധൈര്യപൂർവ്വം പറയണമെന്നേ. അവരുടെ കൂടെ ഇപ്പൊ നിയമവും എല്ലാം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കില്ലേ? നമ്മുടെ സർക്കാരും ഒക്കെ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന സർക്കാരല്ലേ. അപ്പൊ എന്തിനാണ് ഭയക്കുന്നത്? അവരോടൊപ്പം എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പൊ ധൈര്യപൂർവ്വം പറയൂ. അവര് ഇത്രയും പറയാൻ കാണിച്ച ധൈര്യം ആ ആളുടെ പേര് കൂടെ പറയാനുള്ള ധൈര്യം കാണിക്കണം. ഒരു ഓഡിയോ സന്ദേശം കൂടി വരുന്നുണ്ടായിരുന്നു, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. വളരെ ഗൗരവമുള്ള വിഷയം. ഈ പറഞ്ഞതുപോലെ വെറും ഒരു ചാറ്റോ അതൊന്നുമല്ല, ഗർഭചിത്രത്തെ കുറിച്ച് പറയുന്ന ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിരുന്നു. അതെ, ഞാൻ അത് കേട്ടായിരുന്നു. അവരുടെ വോയിസ് മാറ്റിയിട്ട് ഒരു ചാനൽ അത് ഞാൻ കേട്ടായിരുന്നു. അതിനകത്തൊക്കെ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ, ഒരു MLA, ഒരു എന്താ പറയാ, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ അല്ലെങ്കിൽ നേതൃനിരയിലുള്ളവർ പറയുന്നത് പരാതി ഇപ്പോഴാണ് കിട്ടിയത്, അതനുസരിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കും, അതുകൊണ്ട് ഇനി ഒരു കാലതാമസം ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അല്ല, അത് ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പേര് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനു മുൻപും പല സ്ത്രീകളും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവർ തന്നെ നേരത്തെ പരാതി കൊടുത്തിട്ടും, ഒരുപാട് നാൾക്ക് മുമ്പ് പരാതി കൊടുത്തിട്ടും അതിന് വ്യക്തമായിട്ട് നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ആ കുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്നല്ലേ പറഞ്ഞത്. അതിനുശേഷമാണ് ആ കുട്ടി മീഡിയയുടെ മുമ്പിലേക്ക് ഇപ്പൊ വന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനുശേഷം സംസാരിച്ചിരുന്നു റിനി. അതിനുശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഒരു വ്യക്തിക്കെതിരെ അല്ല, ഇത്തരത്തിലുള്ള ആളുകൾ മൊത്തത്തിലുള്ള ഒരു ഇതാണ് പറഞ്ഞത് റിനി. എങ്കിലും അപ്പോഴും പേര് പറഞ്ഞിരുന്നില്ല, പക്ഷെ പറയാതെ പറഞ്ഞിരുന്നു. ഈ പറയാതെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആരായാലും പറയണം, ധൈര്യപൂർവ്വം പറയണം. നമ്മൾ നേരത്തെ വന്ന പല അലിഗേഷൻസിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും പലരും പേര് പറയാൻ പേടിക്കുന്നു, കേസ് കൊടുക്കാൻ ഭയക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത്രയൊക്കെ പറഞ്ഞ് ഒരു മുൾമുനയിൽ നിർത്താതെ ആ പേരുകൂടെ അങ്ങ് പറയണം. ധൈര്യപൂർവ്വം പറയണമെന്നേ. എന്തിനാ മടിക്കുന്നത്? പറയട്ടെ. അവർ പറയുമെന്നാണ് എന്റെ വിശ്വാസം. ഇത്രയും ധൈര്യമുള്ള കുട്ടി എന്തായാലും പറയും. പറയാൻ നമ്മളെല്ലാവരും ധൈര്യം കൊടുക്കുക കുട്ടിക്ക്. അതെ, തീർച്ചയായിട്ടും. ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ വന്ന ഒരു ഓഡിയോ സന്ദേശം കൂടിയുണ്ട്. ഇപ്പോൾ സ്നേഹ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്നേഹയുടെ ഓഡിയോ സന്ദേശം കേട്ടിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും ഇതിനെതിരെ അല്ലെങ്കിൽ നിഴലിലാവുകയാണ്, ഇതിന്റെ ഒരു നിഴലിലാവുകയാണ്. അങ്ങനെ ഞങ്ങൾ നിൽക്കേണ്ടവരല്ല, ഉറക്കെ പറയേണ്ട കാര്യങ്ങൾ പറയണമെന്ന് താങ്കൾ പറഞ്ഞു. എന്തായിരുന്നു അവിടെ നിന്നുള്ളൊരു പ്രതികരണം? ഇപ്പൊ ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായി നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ
കമ്മിറ്റിയിൽ നമ്മൾ അതിനെ പ്രതിപാദിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പം അതിന്റെ അധ്യക്ഷൻ കൃത്യമായ ഒരു മാതൃകാപരമായ ഒരു തീരുമാനമെടുത്തു. അന്വേഷണ വിധേയമായി അദ്ദേഹം മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്നു, രാജിക്ക് ഒരുങ്ങിയിരിക്കുന്നു. അതിനെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, അത് തികച്ചും ഒരു ഏറ്റവും നല്ല ഒരു തീരുമാനം എന്നത് അതിനപ്പുറത്തേക്ക് ഒരു യുവജന സംഘടനകളും കാണിക്കാത്ത ഒരു വലിയ രാഷ്ട്രീയ മര്യാദ കൂടി അതിലുണ്ട്. ഈ ഒരു വിഷയം വരുമ്പോൾ അതിലെ പരാതിക്കാരി നിയമപരമായി പരാതിപ്പെട്ടിട്ടില്ല, നിയമപരമായി കത്തെങ്ങും നൽകിയിട്ടില്ല, യൂത്ത് കോൺഗ്രസിന് പരാതി നൽകിയിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും വിവാദങ്ങൾ ആ ഒരു തലത്തിലേക്ക് എത്തിയപ്പോൾ പേര് പറയുന്നില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ ഒരു മോശം സംഘടനയാക്കി മാറ്റുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായും അധ്യക്ഷ സ്ഥാനത്തിരുന്ന രാഹുൽ മാങ്കൂട്ടം എടുത്ത തീരുമാനം ഏറ്റവും ഉചിതമാണ്. ഇനി നിയമവശത്ത അദ്ദേഹം മുന്നോട്ട് പോട്ടെ. ശരിയും തെറ്റും സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിന്റെ ഒരു കാത്തിരിപ്പിനാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമുക്കിനി ഇതൊരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല തീരുമാനമാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത്. ശരി, അത് ആ കാര്യത്തിൽ ഇനി ചർച്ച വേണ്ട. താങ്കൾ പറഞ്ഞതുപോലെ, ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ അതിനപ്പുറത്തേക്ക് ഇനി സംസാരിക്കാനൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷെ സ്നേഹ, ഇത്തരത്തിൽ ഇനിയും തെളിവുകൾ വേണോ MLA സ്ഥാനം അടക്കം രാജിവെക്കാൻ രാഹുലിന്? അതൊക്കെ അതിനോടൊന്നും യൂത്ത് കോൺഗ്രസുകാർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. യൂത്ത് കോൺഗ്രസിനുള്ളിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്നപ്പോൾ വന്ന വിവാദങ്ങൾക്ക് ഒരു അറുതി വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്തേക്ക് അങ്ങൊരു സ്ത്രീയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അതായത് തീർച്ചയായിട്ടും നമ്മൾ പേര് പറഞ്ഞ് മുന്നോട്ട് വരുന്ന സ്ത്രീകൾ അവരെന്തുകൊണ്ട് പേര് പറയാൻ മടിക്കുന്നു കൂടി ഒരു വലിയ ചോദ്യമല്ലേ. അപ്പൊ നിയമപരമായിട്ട് അവർക്ക് നിയമത്തിന്റെ സഹായം തേടാം. ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാരുടെ ഒരു സഹായം രാഹുൽ മാങ്കൂട്ടത്തിനോ അല്ലെങ്കിൽ അവര് ആക്ഷേപം ഉന്നയിക്കുന്ന നേതാവിനോ ഉണ്ടാവത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് പരാതിയുമായിട്ട് മുന്നോട്ട് വരട്ടെ. അപ്പൊ ബാക്കി അവര് മുന്നോട്ട് വരണം എന്നുള്ളൊരു ആശയം നമ്മൾ ഇതിലൂടെ പറയുക. ഇപ്പോൾ പുറത്തു വന്ന തെളിവുകളെല്ലാം സ്നേഹയും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പം നമ്മള് നേരിട്ട് കണ്ട തെളിവുകളൊന്നുമല്ല. നമ്മളിപ്പോ നിങ്ങളെ നേരിട്ട് കാണണോ സ്നേഹ? അല്ല, ഞാനിപ്പോ നേരിട്ട് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തെളിവുകൾ നേരിട്ടല്ല, സ്നേഹ കണ്ടു കാണുമല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തെളിവുകൾ അങ്ങനെ നിങ്ങൾ ഈ മാധ്യമങ്ങൾ കാണിച്ച വാർത്തകളും കാര്യങ്ങളുമാണ് കണ്ടത്. അല്ലാതെ ഈ പരാതിക്കാരി എന്നെ ഒരു തെളിവും കാണിച്ചിട്ടില്ല. നമ്മളെ ഓരോരുത്തരെയും വന്ന് കാണിക്കാൻ റിനിക്ക് പറ്റില്ല. അങ്ങനല്ല. യൂത്ത് കോൺഗ്രസ് ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ടില്ല, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ കാണിച്ചിട്ടില്ല. നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഓരോന്നും പുറത്തു വിടുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ നമ്മൾ തെളിവ് കണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ ആ തെളിവുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ഉറച്ചു പറയാണ്, തീർച്ചയായിട്ടും ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ വെറുതെ വന്നിട്ട് ഒരു നേതാവെന്ന് പറയാതെ വ്യക്തിപരമായി പേര് പറയുക. ആരാണ് നിങ്ങളെ മോശമായിട്ട് അല്ലെങ്കിൽ അവരെ മോശമായ രീതിയിൽ അവരോട് സംസാരിച്ചത്, അവര് നിയമസഹായം തേടണം. നിയമസഹായത്തിന് അവരോടൊപ്പം ഞങ്ങളും നിൽക്കും സ്ത്രീകളെന്ന നിലയിലെ. തീർച്ചയായിട്ടും അവര് നിയമത്തിന്റെ വഴിയെ വരട്ടെ. നിയമം അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ, നീതി ലഭിക്കണമല്ലോ. തീർച്ചയായിട്ടും. വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് ഇത് വെറുതെ ആരോപണമല്ല, ഇതുവരെയും ഇത് വെറുതെ ആരോപണമായിരുന്നു. പക്ഷെ ഇപ്പോഴത്